ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഔട്ടിങ്ങിന് പോവാണ്. അത് നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ചാലക്കുടി ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ മമ്മിയും അമ്മുവും മഹേഷൻ്റെ ഫാമിലിയും അമ്മുവിൻ്റെ ഫാമിലിയും എല്ലാവരുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഓപ്പൺ ദ ഡോർ. എന്തുവാ ഇതൊക്കെ ഇരിക്കട്ടെ, വേണ്ടി വരും. സാന്റാക്ലോസ് ഒന്നും ഇടണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് വെയിൽ കാരണം നിങ്ങൾ വിചാരിക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നു. അതിനെക്കാട്ടിലും ചൂടായിരിക്കും സാന്റാക്ലോസ്. അതാന്ന് തോന്നില്ലേ? ഗൈസ്, ഞങ്ങളൊരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മളിവിടെ കൊടകര എത്തിയിട്ടുണ്ട്. ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്. ഇന്ന് എന്തൊക്കെയോ ആക്സിഡൻറ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ട്, പിന്നെ പോരാത്തിന് ചൂട്. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ചേച്ചിമാരിപ്പോൾ ഇങ്ങോട്ട് വരും. അതുവരെ ഒരു ശുദ്ധവായു കിട്ടാൻ വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്യും. സോഡ സർബത്ത് കുടിക്കാനായിട്ട് ഇവിടെ നിർത്തിയതാണ് ഗൈസ്. അതിനെ 4 അല്ലേ? വി ആർ 8, ഒരാൾ 2/2. സോ അവരെത്തിയിട്ടുണ്ട് ഗൈസ്, അവിടെ വന്നിട്ടുണ്ട്. അമ്മീനെ ആ വണ്ടിയിലും അച്ഛനെ ആ വണ്ടിയിലും കയറ്റിയിരിക്കുകയാണ്. ബിക്കോസ് എല്ലാവർക്കും കൂടെ ഒരു വണ്ടിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ ആഴാട്ട് മുഖത്തിലേക്കാണ് പോകുന്നത്. അവിടെ എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെയൊക്കെ ഇങ്ങനെ ഓരോന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പോവാണ്. അതാണ് ഇപ്പോൾ പ്ലാൻ. സോ നമ്മൾ ഏതൊരു പാലത്തിലേക്ക് കയറിയത്, ഏതാ സ്ഥലം എന്ന് പറഞ്ഞാൽ ചാലക്കുടിയാണ്. ചാലക്കുടി ഈ ഒരു പാലത്തിലേക്ക് ആദ്യമൊന്നും കലാഭവമണിനെ അറിയത്തില്ല. അറിയാവോ? അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ എവിടെയോ. നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഇടുക്ക് വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. വെരി ബ്യൂട്ടിഫുൾ. രണ്ട് സൈഡിൽ ഇങ്ങനെ നാരോ വഴി. നെക്സ്റ്റ് നമ്മൾ അവിടേക്കാണ് പോകണം, കഴിക്കാൻ പോവാം. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഗോ ടു ബീച്ച്. നമ്മൾ പാലാട്ടി റിസോർട്ടിൻ്റെ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം സൂപ്പറാണ്. ഫുൾ നമുക്ക് മലയാണ്. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. നൈസ് വ്യൂ. ഒക്കെ അവിടെ പോയിട്ട് സൈൻ ചെയ്യാൻ പോയിട്ടുണ്ട്. നമ്മളവിടെ പോകുന്നതിന് മുന്നേ അവിടെ സൈനും പേരും ഇതൊക്കെ എഴുതാം. ഞാനും പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചു നന്ദുമായിരിക്കും. സോ ഇറ്റ്സ് എന്താ ഓയിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ ഏരിയ ഇസ് ഓയിൽ ഫാം എസ്റ്റേറ്റ് ആണ്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ കേരള. സോ നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. ദിസ് ഇസ് ഓയിൽ ഫാം. പാം ഓയിൽ ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഗൈസ്. എണ്ണപ്പനയോ പനയെണ്ണ? എനിക്കതൊന്നും ഓർമ്മ വരുന്നില്ല. വെള്ളത്തിൽ ഇതൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ എനിക്കതൊന്നും ഓർമ്മ വരുന്നില്ല, മനസ്സിലേക്ക് വരുന്നില്ല. ഇത് കുറേ വർഷം മുന്നേ. ആനക്കിതായിരിക്കില്ലേ പനയോല? കുഞ്ഞു റോഡാണ് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ. 2 വണ്ടിയൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. ബട്ട് ദ പ്ലേസ് ഇസ് സോ ബ്യൂട്ടിഫുൾ. ഇത് അവിടെ നിന്ന് ഒരു ചെറിയ അരുവി കണ്ടോ? അത് കണ്ടോ? എവിടെ? ആ ഭാഗത്തില്ലേ? ഇവിടെ ഒരു ഇതൊക്കെ ഉണ്ടടി, റിസോർട്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിലൊക്കെ കേട്ടോ. അടിപൊളിയായിരിക്കും. നമുക്ക് അവിടെ നോക്ക് പാർക്കിംഗ് ഒക്കെ. സോ ദിസ് ഇസ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമമാണിത്. ഇഷ്ടംപോലെ വണ്ടികൾ. ചെന്നുമ്പോൾ അറിയാം. ഒരാൾക്ക് 600. പ്രകൃതി ഗ്രാമം.
നമ്മളിവിടുന്ന് ടിക്കറ്റ് ഒക്കെ എടുക്കണം. പാർക്കിങ്ങിന് 30 റുപ്പീസാണ്. പിന്നെ ഈച്ച് പേഴ്സണിന് എത്ര രൂപയാണ് അവർ പറയുന്നത്, എത്രയെന്ന് അറിയില്ല. അത് എൻക്വയറി ചെയ്തിട്ട് അപ്പോൾ രമ്യ ചേച്ചിയും അമ്മും ഒക്കെയാണ് ഇവിടെ ടിക്കറ്റ്സ് എടുക്കുന്നത്. ഇത് അവിടെ എടുക്കുന്നുണ്ട്. അയ്യോ. സോ നമ്മളിതിലേക്ക് കയറുകയാണ്. ഓ, ഇവിടെ കാഫറ്റേരിയ ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് എല്ലാം കഴിക്കും. ഇതാണ് കാഫറ്റേരിയ. ഇവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്നത്. ഫുഡ് കോർട്ട്. കാർ പാർക്കിംഗ്, കാഫറ്റേരിയ, ചിൽഡ്രൻസ് പാർക്ക്, ഡിസേബിൾഡ് ടോയ്ലറ്റ് ആൻഡ് എക്കോ ഷോപ്പ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ക്യാഷ് ആയിട്ടില്ല. കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ് ഗൈസ്. ഗൈസ് ഇവിടെ കുരങ്ങന്മാരെയൊക്കെ കാണാം. ദേ ഫുള്ള് അതൊക്കെ ഉള്ളു. എല്ലാം കുരങ്ങന്മാരാണ്. നമുക്കിത് ഇതുവഴിയോ വരേണ്ടത് ഒരു കൊടുത്തു. അവിടെ അതിൻ്റെ കിടപ്പ് കണ്ടില്ലേ? അതിൻ്റെയൊക്കെ കിടപ്പ് കണ്ടു. കണ്ടു ഞങ്ങളൊക്കെ കണ്ടോ മങ്കീനെ? ഫുഡ് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾക്ക്. ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരു 14 ബിരിയാണി എല്ലാവരും. പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യണം. എല്ലാവരും ഇവിടെ ഇരുന്നു. ഇറ്റ് വാസ് ഹെക്റ്റിക് ആക്ച്വലി. ഒരുപാട് ട്രാഫിക് ഉണ്ടായിരുന്നു അവിടെ. റോഡ് വഴിയും ആക്സിഡൻസും അങ്ങനെ ഒത്തിരി ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും സെറ്റിലായി. ബിരിയാണി എല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഇവിടെ പീസുകൾ ഓരോന്ന് പാസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും കഴിക്കുകയാണ്. ബിസി വിത്ത് ബിരിയാണി. സോ ലെറ്റ്സ് ഹാവ് ഓൾമോസ്റ്റ് ഡൺ. ഇടയ്ക്ക് ഇതാ കുരങ്ങച്ചാരന് മേലോട്ട് പോകും. സാഹദം നീ പൊക്കോതെ. അവർ പോന്ന് പൊക്കോ പോടാ. അമ്മണി ഇവിടെതാ ഊഞ്ഞാല്. അമ്മു നിനക്ക് മാച്ചായിട്ടുണ്ട് ആ മൂത്രപ്പര നിന്റെ ഡ്രസ്സിന്. അവളുടെ ഐഫോൺ എടുക്ക്. അതെ അവിടെ വെള്ളച്ചാട്ടം ഒക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ഇക്കോ ഷോപ്പ് എന്നുണ്ട്. പക്ഷേ ഐ ഡോണ്ട് ഫൈൻഡ് എനിത്തിങ്. അവരെന്താണ് വെറുതെ ഇതാക്കിയാണ്. ഇത് നമ്മുടെ കശുവണ്ടിയുടെ മരമാണ്. സോ ലെറ്റ്സ് ഗോ. എനിക്ക് ശബ്ദം കേൾക്കുന്നുണ്ടോ ഗൈസ്? ഫുള്ള് ബാംബൂസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. വാവ്, ഇതാണ് നമ്മൾ ശബ്ദം കേട്ടുകൊണ്ടിരുന്നത്, ഈ ഒരു സ്ട്രീം. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഔട്ട്. മൈ ഗോഡ്, വളരെ സൂക്ഷിക്കണം കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ. ഓ, ഇവിടെ ഊഞ്ഞാലുണ്ട്. വളരെ മനോഹരമായ ഒരു പ്ലേസ്. എൻ്റെ അമ്മ ഇവിടെ ക്രോക്കഡൈലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനൊരു ഇതുണ്ട്. ഇവിടെ വാർണിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ, ഇവിടെ നിന്നെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. യു ക്യാൻ സീ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. എനിക്ക് കിട്ടി. എന്നെ കൂടെ എടുക്കടി. അത് ചെന്നീര് വന്നെടുത്ത്
സോ എല്ലാവരും ഇനിയിപ്പോൾ ഇതിൽ കുളിക്കാൻ പോവുകയാണ് ഈ ഒരു അരുവിയിൽ. നല്ല രസമുണ്ട് ഈ ഒരു പാറയുടെ ഇടയിൽ. അവർ ഓൾറെഡി അവിടെ കുളി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അല്ല തുറക്കും കുഞ്ഞാ, സൂക്ഷിച്ചേട്ടാ. ഒരു സിംഗിൾ വീഡിയോ എടുത്തേ. അപ്പൂന് പേടിയല്ലേ വെള്ളം? ആയി നമുക്ക് പാലത്തിൽ കൂടെ പോണ്ടേ? നമ്മളതിൽ പോവും. അല്ല, ഇത് ഞാൻ വീഡിയോ എടുക്കാം. നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ വാട്ടർമെലോൺ ജ്യൂസ് മേടിച്ചിരിക്കുകയാണ്. നമ്മൾ ചായ കുടിച്ചു, ജ്യൂസൊക്കെ കുടിച്ച് ഇനി നമ്മൾ നേരെ അവരവിടെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പോയി വിളിച്ചുകൊണ്ട് വരണം. അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അങ്ങോട്ട് പോയി കളിക്കാൻ പോകുന്നു. അപ്പം നമുക്ക് കുറച്ച് നേരം കൂടെ വാട്ടർ സ്പെൻഡ് ചെയ്യാം. റിവർ ഇതല്ലേ നമ്മുടെ വീട്ടിലുള്ള പോകും. ഞങ്ങളുടെ വീട്ടിലുള്ള പോവാം. കോളാമ്പി എന്നാണ് പറയുന്നത്. കോളാമ്പി കണ്ടോ ഗൈസ്? നല്ലൊരു സ്ഥലം കേട്ടോ. ഏഴാറ്റുമുഖം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. വളരെ നല്ലൊരു പാർക്ക് അല്ലേ? ഈ വെള്ളത്തിൽ നിന്നൊക്കെ മതിയാക്കി വരുന്നുണ്ട്. ഒരുത്തം കുടയൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത്. എല്ലാം കുളിച്ച് നനച്ച് വന്നിട്ടുണ്ട്. മതിയായാ നിങ്ങൾക്ക്? മകൻ കൊണ്ടുവച്ചതാ ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എൻ്റെ മമ്മി എവിടെ പോയാലും ഇതേ ഇങ്ങനെ ചെടി മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട്, പക്ഷെ ഇത് നന്നായിട്ട് കിളിക്കും കേട്ടോ. മോഷണത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. അതെ. നിങ്ങൾക്കൊരു കുരങ്ങനെ കാണാം. ആ കുപ്പി എടുത്തിട്ട് അത് എല്ലാവരും നോക്കും. അവരുടെ പുറകിനാ പോണത്. തുറന്നുതരാൻ വേണമെങ്കിൽ കൊണ്ടുപോവാ. അമ്മ പറയാൻ വേണ്ടി പക്ഷേ മനസ്സിലാവും. അതിപ്പോ ഏതാവനാ എനിക്ക് കൊണ്ട് തന്നത്. ഇനി അത് തുറന്നു വേണമെങ്കിൽ എന്താ ചെയ്യാൻ പറയണേന്ന് നോക്കണം. വയനാട് പോയപ്പോഴേ ഇങ്ങനെ എല്ലാവരും നാളികേരം ഇത് ഇളനീര് കുടിക്കുക. ഇതേപോലെ ഒരു കുഞ്ഞിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അതിന്റെ ഞങ്ങൾ ആ വെള്ളം മൊത്തം തട്ടിക്കളഞ്ഞത്. ശരിക്കും കുടിച്ചിട്ടുണ്ടായില്ലോ. നമ്മുടെ പിടിച്ച് മനസ്സിലായി കുറവാണല്ലേ? അല്ല എന്റെ കാര്യം മനസ്സിലായി. നമ്മൾ കുറച്ച് സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് നമ്മളിതാ ഈ തൂക്ക് പാലത്തിൽ കയറാൻ പോവുകയാണ് ഗൈസ്. ഈ കാണുന്ന തൂക്ക് പാലം രസല്ലേ കാണാൻ? അടിപൊളിയായിട്ടില്ലേ ഗൈസ്? നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത്? യെസ്, നമ്മൾ തൂക്ക് പാലത്തേക്കാണ് പോകുന്നത്. ഇതിൻ്റെ പുറത്ത് കയറാൻ പോവാണ്. കാണിച്ചു തരാം ഗൈസ്. ഇത്ര മനോഹരമായിട്ട് ഇത് ബ്യൂട്ടിഫുൾ അല്ലേ? ഫുള്ള് വെള്ളം അവിടെ എല്ലാം ഇടൂ. നമ്മളിനി ഈ തൂക്ക് പാലത്തിൽ കൂടെ പോവാണ്. വാവ്, എന്ത് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നോക്കൂ ഗൈസ്. അടിപൊളി.
പാലത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നടുക്കെത്തുമ്പോഴത്തേക്ക് ഒരു ചെറിയ പേടിയുണ്ട്. കുഞ്ഞിനെ എനിക്ക് പേടിയല്ല. കുഞ്ഞിനെ ഒഴുകി ജലലല്ല പാട്ടിടാല്ലേ ജലജാ. എന്തെങ്കിലും കാണിച്ചു ഓടിവാ. ആ വേണ്ട. അവസാനം നമ്മൾ തുമ്പൂർ മൊഴി ഗാർഡനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗാർഡനിൽ പോവാന്ന് ദേവാ ഗാർഡനിലേക്ക് പോവാമോ? എന്തിനാ പോകുന്നത്? എൻട്രൻസ് ടിക്കറ്റ് കൊടുത്ത് എന്തിനാ പോകുന്നത്? നമ്മൾ തൂക്കുപാലത്തിലൊക്കെ കയറി അടിച്ച് പൊളിച്ചു നിന്നത്. ഡേ വെൽ സ്പെൻഡ് ആൻഡ് മൈ എന്താ പറയുക, എൻ്റെ ബാറ്ററി ഇസ് ലോ ആണ്. ഐ ഡോണ്ട് നോ എപ്പോൾ വേണമെങ്കിലും നെക്സ്റ്റ് ഞങ്ങൾ ഒരു എന്താ പറയുക ഡിന്നറൊക്കെ കഴിച്ച് വിൽ ബി ഗോയിങ് ഫ്രം ഹിയർ. ഐ ഡോണ്ട് നോ വെദർ ഐ ക്യാൻ ഷൂട്ട് ദാറ്റ്. വേറെ ആരുടെയെങ്കിലും മൊബൈൽ കിട്ടിയാൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളൊക്കെ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് ഇവിടെ തന്നെ. സോ അവിടെ എല്ലാവരും കളിക്കുകയാണ്. ഓ അഞ്ചുകുട്ടി, അയ്യോ റെഡി അൽകമാർ ഡേറ്റ്സ് ഇവിടെയാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയുള്ള ഒരു കടയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് കയറാൻ പോകുന്നത്. മിൻസ ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി എല്ലാവരും ഹോട്ട് ആൻഡ് സ്റ്റോറിന് പ്രത്യേകത കണ്ടു. ഗൈസ് എല്ലാം പച്ച കളറാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ പച്ച തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ എല്ലാം പിള്ളേർ സെറ്റാണ് ഇരിക്കുന്നത്. ചില്ലി ചിക്കൻ, എഗ് റോസ്റ്റ്, നോർമൽ പൊറോട്ട, ബീഫ് റോസ്റ്റ്, ഡ്രാഗൺ ചിക്കൻ, ഡ്രാഗൺ ബേബി കോൺ ആൻഡ് ദിസ് ഇസ് നൂൽ പൊറോട്ട. ഇനി നമുക്ക് കഴിച്ചു തുടങ്ങിയാലോ ഗൈസ്. നമ്മൾ ഒരു സുലൈമാനി ഓർഡർ ചെയ്തു ഗൈസ് എല്ലാവരും. ചേട്ടൻ ഒരു ലെമൺ ടീ ഓർഡർ ചെയ്തു. 2 ആൾക്കാരുണ്ട് ഇവിടെ നിൽക്കുന്നു. വേണ്ടോ ഗ്യാസ് പച്ച സ്കൂട്ടർ. ഇത് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. എല്ലാം പച്ച. അതെല്ലാം ഞാൻ കാണിച്ചു. ഇവനൊരു പച്ചക്കറി നോക്കാം. സ്കൂട്ടർ വേണ്ട വേണ്ട ആണല്ലേ. ഓ ഇവർ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്തു. വി ആർ ഗോയിങ് ഹോം. അപ്പോൾ ഒരു നല്ല ഈവനിങ് ആയിരുന്നു. നമ്മൾ നന്നായി സ്പെൻഡ് ചെയ്തു ഡേ. അപ്പാർട്ട് ഫ്രം ദ ട്രാഫിക് റെസ്റ്റ് എവറിത്തിങ് വാസ് സൂപ്പർ. ആൻഡ് നമ്മൾ എല്ലാം അടിപൊളിയാക്കി. എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ആൻഡ് ദേ വാസ് സ്പെൻഡ് വെരി ബ്യൂട്ടിഫുള്ളി എക്സെപ്റ്റ് ദിസ് ട്രാഫിക്. നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഡൈവേഷൻസ് ഒക്കെ വന്നതുകൊണ്ടാണ് നമ്മളധികം ഈ റോഡിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നത്. അല്ലാത്ത പക്ഷം എവറിത്തിങ് വാസ് സൂപ്പർ. ആ സ്ഥലമാവട്ടെ, ആ തൂക്കുപാലം, എവറിത്തിങ് വി എൻജോയ്. പിന്നെ എൻ്റെ എന്താ പറയുക ചാർജും പോവാറായി. ആൻഡ് ദ ഫുഡ് ഓൾസോ വാസ് സൂപ്പർ. ആൻഡ് വീണ്ടും ഇനി അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. സ്റ്റേ ട്യൂൺ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.